നിങ്ങൾ ഗോൾഡൻ ഐലൻഡിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ് കേട്ടോ വക്കം. ഇവിടെ ബോട്ടിങ്ങിനും കയാക്കിങ്ങിനും പിന്നെ അതുപോലെ തന്നെ ഫിഷിങ്ങിനൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. വർക്കല വരുന്ന ടൂറിസ്റ്റുകളിൽ നല്ലൊരു പങ്കും ഇവിടെ വരുന്നുണ്ട്. ഈ ഏരിയ ടൂറിസം മേഖലയായിട്ട് ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. വർക്കലയിൽ വരുന്ന ഈ ടൂറിസ്റ്റുകളൊക്കെ ഇവിടുത്തെ ഷിക്കാര എടുത്തിട്ട് നേരെ ഗോൾഡൻ ഐലൻഡിലോട്ട് പോകും. അവരോടൊപ്പം പോകാമെന്ന് കരുതിയപ്പോൾ ആ ബോട്ട് ഫുള്ളാണ്. പിന്നെതാ ഈ ബോട്ടിലാണ് എൻ്റെ യാത്ര. ഈ നോവ ബോട്ട് ക്ലബിന് ഷിക്കാരയും കെട്ടുവള്ളവും കയാക്കിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ യാത്ര തുടങ്ങുകയാണ് കേട്ടോ ഗോൾഡൻ ഐലൻഡിലോട്ട്. വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഇവരുടെ ഫിഷിങ്ങിന് സൗകര്യം ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഫിഷിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോയി പുറത്ത് പോയി ഫിഷ് ചെയ്ത് ആ മീൻ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് കുക്ക് ചെയ്ത് കഴിക്കാം. അതിനുള്ള സൗകര്യമൊക്കെ ഇവരോട് ഒരുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വള്ളത്തിലും അതല്ലെങ്കിൽ ഷിക്കാരിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വർക്കല വരികയാണെങ്കിൽ ഈ യാത്ര ഒരിക്കലും മിസ് ചെയ്യരുത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാലേ, ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് കയാക്കിങ്ങിനാണ്. അതും രാവിലെയും വൈകുന്നേരങ്ങളിലും. നമ്മുടെ ബോട്ട് ക്ലബ്ബിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഗോൾഡൻ ഐലൻഡ് ചുറ്റി വരുന്ന ഒരു കയാക്കിങ് വേറെ ലെവലാണ്. ഇപ്പോൾ ഈ ഏരിയയിലെല്ലാം ആഭ്യന്തര ടൂറിസം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നല്ല കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് തണുത്ത കാറ്റൊക്കെ കൊണ്ടിട്ട് ഇതുപോലെ യാത്ര ചെയ്യാൻ എന്ത് രസമാണെന്നറിയോ? ഇതാ ആ കാണുന്നതാണ് ഗോൾഡൻ ഐലൻഡ് കേട്ടോ. സംഭവം അടിപൊളിയാണ് ഈ യാത്ര. ഈ ഗോൾഡൻ ഐലൻഡിനകത്ത് ചെറിയൊരു അമ്പലമുണ്ട്. ആൾതാമസമില്ലാത്ത ഒരു ചെറിയൊരു ഐലൻഡാണ്. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഈ ഐലൻഡ് ഉണ്ടല്ലോ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഒരു കുടുംബത്തിൻ്റെ സ്വത്താണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഐലൻഡിനകത്ത് ആകെ ഉള്ളത് ഒരു അമ്പലമാണ്. ഈ ഐലൻഡ് അടുത്ത കാലത്താണ് ടൂറിസത്തിന് വേണ്ടിയിട്ട് അവർ തുറന്നു കൊടുത്തത്. നമ്മൾ നേരെ ഈ ഐലൻഡ് ചുറ്റി അപ്പുറത്തേക്ക് പോകും കേട്ടോ. അവിടെയാണ് ബോട്ട് അടുപ്പിക്കുന്നത്. ഇതാ ഇവിടെയാണ് ബോട്ട് അടുപ്പിക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരെ നടന്ന് അകത്ത് ദ്വീപിലോട്ട് പോകും. ഇതാ ആ കാണുന്നതാണ് അമ്പലത്തിൻ്റെ ആർച്ച് കേട്ടോ. അതിലെയാണ് നമുക്ക് നടന്ന് പോകാനുള്ളത്. അങ്ങനെ നമ്മളെ ബോട്ട് ഇതാ ഇവിടെ അടുപ്പിക്കുകയാണ്. മുന്നേ അധികം ആൾക്കാരൊന്നും വരാതിരുന്ന ഒരു സ്പോട്ടായിരുന്നു കേട്ടോ ഇത്. ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ ഡെയിലി വരുന്നുണ്ട്. കോവിഡിന് ശേഷം വർക്കലയിലേക്ക് വരുന്ന ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ ഏറിയ പങ്കും തമിഴ്നാട്ടിൽ നിന്നാണ്. വേറൊരു കാര്യം, നിങ്ങൾക്ക് ഇനി കടത്തുതോണിലൂടെ യാത്ര ചെയ്ത് അതൊരു എക്സ്പീരിയൻസ് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഇവിടെ സൗകര്യമുണ്ട്. അങ്ങനെ നമ്മൾ ഐലൻഡിനകത്തോട്ട് കടക്കുകയാണ് കേട്ടോ. അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് അമ്പലത്തിൻ്റെ ഈ ആർച്ചാണ്. അങ്ങനെ നമ്മൾ നേരെ നടന്ന് അകത്തോട്ട് പോകണം കേട്ടോ. പോകുമ്പോൾ നമുക്ക് അമ്പലം കാണാം. ഇതാണ് അമ്പലം. ഈ ഐലൻഡിലൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ വല്ലാത്തൊരു ഫീലാണ്. 4 സൈഡിൽ നിന്നും തണുത്ത കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്. നിറയെ മരങ്ങളും ഒരു കാട്ടിനകത്തൂടെ നടന്നു പോകുന്നൊരു പ്രതീതിയാണ് കേട്ടോ. ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ ചെറിയൊരു വഴിയുണ്ട്. അതിലേ കൂടെയാണ് നമുക്ക് നടന്നു പോകേണ്ടത്. നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിയുടെ 2 സൈഡും കാടാണ്. ആ കാടിന് നടുവിലൂടെയാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. നിറയെ മരങ്ങളും കിളികളും തണുത്ത കാറ്റും എയർ പൊല്യൂഷനോ സൗണ്ട് പൊല്യൂഷനോ ഒന്നുമില്ലാത്ത വളരെ പീസ്ഫുള്ളായിട്ട് വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. കായലിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ ഈ ഐലൻഡിൻ്റെ സൗന്ദര്യവും സമാധാനവും ഒക്കെ ആസ്വദിച്ചിട്ട് എത്ര നേരം ഇവിടെ ഇരുന്നാലും സമയം പോകണമെന്ന് അറിയത്തില്ല. നിങ്ങൾ വർക്കല വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഗോൾഡൻ ഐലൻഡ് വരണം. ഒന്നുകിൽ ഷിക്കാര എടുക്കണം അല്ലെങ്കിൽ കയാക്കിങ് എടുക്കണം. ഇത് രണ്ടും ആണെങ്കിൽ വേറെ ലെവലാണ്. അത് രാവിലെയോ വൈകുന്നേരം ആണെങ്കിൽ പറയണ്ട. ഞാൻ അവിടെ ഒരു 1/2 മണിക്കൂറോളം ഇരുന്ന് കേട്ടോ. അതിനുശേഷം തിരിച്ച് നടക്കുകയാണ്. തിരിച്ചു വന്നപ്പോൾ അമ്പലത്തിൻ്റെ നടയിൽ നല്ല തിരക്ക്. ഞാൻ കരുതി പൂജ നടക്കുകയാണെന്ന്. നേരത്തെ വന്നിരുന്ന യൂറോപ്യൻസ് ഉണ്ടല്ലോ, അവരിപ്പോൾ അമ്പലത്തിൽ കാണാനും തൊഴാനുമായിട്ട് അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചേട്ടനും പോയി ഒന്ന് തൊഴാൻ വേണ്ടി പോയിട്ടുണ്ട്. ചേട്ടൻ തൊഴുതിട്ട് വരട്ടെ. ഈ ഐലൻഡിലോട്ട് കടക്കുന്നത് മുതലേ നമ്മളൊരു AC റൂമിനകത്ത് കയറിയൊരു പ്രതീതിയാണ് കേട്ടോ. നിറയെ മരങ്ങളും തണുത്ത കാറ്റൊക്കെ അടിച്ചിട്ട് വല്ലാത്തൊരു ഫീലാണ്. ഇതാ ഇങ്ങനെ പോകുന്ന വഴിക്കാണ് ഞാൻ വാച്ച് നോക്കിയത് കേട്ടോ. വന്നിട്ട് 1 മണിക്കൂറിലധികമായി. സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിൻ്റെ അടുത്തേക്ക് പോവാം. സത്യത്തിൽ ഇത്രയധികം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്പോട്ടാണെന്നുള്ള കാര്യം ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്. ദാ ഷിക്കാര പോകുന്നുണ്ടോ, അതിനകത്ത് ആളുണ്ട്. ആ വരുന്ന ബോട്ടിനകത്ത് ആളുണ്ട്. ദാ കെട്ടുവള്ളം പോകുന്നുണ്ടോ, അതിലെല്ലാം ടൂറിസ്റ്റുകളുണ്ട്. ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ കൊതിപ്പിക്കുന്ന ഒരുപാട് പാക്കേജുകൾ ഒരു ഇതിനകത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി തിരിച്ചു പോവാം. തിരിച്ചു പോകുമ്പോൾ ഈ ഐലൻഡിനെ ഒന്ന് വലം വെച്ചിട്ടാണ് ഇവർ പോകുന്നത്. ഇനി നിങ്ങൾ ഫിഷിങ്ങിനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. നിങ്ങൾ പിടിച്ച മീനിന് അവർ തന്നെ നിങ്ങൾ പറയുന്ന രീതിക്ക് ചുട്ടോ കറി വെച്ചൊക്കെ തരും. അത് കേട്ടെങ്കിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ സ്റ്റേ ചെയ്യാം. അതിനൊക്കെ സൗകര്യമുണ്ട് കേട്ടോ. നമ്മുടെ ചേട്ടൻ എന്തോ വലിയ ആലോചനയിലാണ്. അങ്ങ് ദൂരെ കാണുന്നുണ്ടല്ലോ, അതാണ് വക്കം പാലം, പണയക്കടവ് പാലം. അതിൻ്റെ മുകളിൽ നിന്ന് അവിടെ കിട്ടുന്നൊരു വ്യൂ ഉണ്ട്. അടിപൊളിയാണ്. അങ്ങനെ ഇരുന്നപ്പം ഇതാ പോണ അടുത്ത ഷിക്കാര.
ഞാൻ വെറുതെ പറഞ്ഞല്ല, അത്രയധികം ആൾക്കാർ ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ഈ പാലത്തിന് അടിയിൽ കൂടെ ദാ ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. അടിപൊളി തന്നെ കേട്ടോ. അപ്പോൾ അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. എന്തായാലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ തിരിച്ച് നേരെ പോകുന്നത് നമ്മളെ ബോട്ട് കയറിയ ആ ഭാഗത്തേക്കാണ്. ഞാൻ തിരിച്ചെത്തിയപ്പോഴത്തേക്കും അടുത്ത ടീം പോകാനായിട്ട് ഇതാ റെഡി ആയിരിക്കുന്നുണ്ട്. നമസ്കാരം, എൻ്റെ പേര് സജിത്ത് എന്നാണ്. ഞാൻ ഇവിടെ 2 വർഷമായിട്ട് നോവ ബോട്ട് ക്ലബ്ബിൽ കയാക്കിംഗ് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ചെയ്യുന്ന ഡബിൾ സീറ്റ് കയാക്കിംഗ് ഉണ്ട്, സിംഗിൾ സീറ്റ് കയാക്കിംഗ് ഉണ്ട്. അതിൽ നീന്താൻ അറിയാമെന്നുള്ളവർക്കും നീന്താൻ അറിഞ്ഞിടാത്തവർക്കും അത് വിഷയമല്ല. ഞങ്ങളിവിടെ എല്ലാം പഠിപ്പിച്ച് ലൈഫ് സൈക്കിളായിട്ട് സേഫ്റ്റി ആയിട്ട് ഞങ്ങൾ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഗോൾഡൻ ഐലൻഡിലേക്കാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ടോട്ടൽ ഒരു 1.5 hour 2 hour നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യിച്ച് ഡെവലപ്പ് ആയതിനു ശേഷം മാത്രം നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ട്. നമ്മുടെ കയാക്കിങ്ങിൻ്റെ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുമ്പോൾ ഏകദേശം 1-2 മണിക്കൂർ എടുക്കും. കാരണം നമ്മൾ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്ത് ഇവിടെ കൊണ്ടുപോയി ഐലൻഡിൽ ഇറങ്ങി ഐലൻഡ് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം നമ്മൾ കയാക്കിങ്ങിൽ കിട്ടും. അത് മോർണിംഗ് സൺറൈസ് കയാക്കിങ് എടുക്കും, ഈവനിങ്ങിൽ സൺസെറ്റ് കയാക്ക് 4:30ക്കാണ് സ്ലോട്ട് ചെയ്യുന്നത്. അത് 6:30-7 അത് നല്ല ടൈം നമുക്ക് എടുക്കാൻ പറ്റും. ഇതുവരെ കയാക്കിംഗ് ചെയ്യാത്ത ഞാനെങ്ങനെ കയാക്കിംഗ് ചെയ്യും എന്നൊരു പേടി ഒന്നും വേണ്ട. ആദ്യം നിങ്ങളെ കയാക്കിംഗ് ട്രെയിൻ ചെയ്യിപ്പിച്ച് നിങ്ങൾ ഓക്കെ ആക്കിയതിന് ശേഷം മാത്രമേ അവർ കായലിറക്കത്തുള്ളൂ കേട്ടോ. കയാക്കിങ്ങിന് നിങ്ങൾ പോകണമെങ്കിൽ രാവിലെയോ വൈകുന്നേരമോ പോകണം. അങ്ങനെയാണെങ്കിൽ ഗോൾഡൻ ഐലൻഡ് ചുറ്റി വരുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഇവിടെ വലിയൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ. വണ്ടിയെ കൊണ്ടുവന്ന് ഇഷ്ടം പോലെ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. കയാക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല വിശപ്പായിട്ടുണ്ടാവും. നേരത്തെ നമ്മൾ കണ്ട യൂറോപ്യൻസിലെ അവരിത് അവിടെ വന്നിട്ട് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ഇതാ ഈ റെസ്റ്റോറൻ്റ് ഉണ്ടോ, ഇതാണ് കടവിൽ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ കയാക്കിങ്ങും ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് ലോക്കൽ ക്യൂസിൻസ് താല്പര്യം ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് കേട്ടോ. സീ ഫുഡിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റി ഇവരിവിടെ ചെയ്യുന്നുണ്ട്. കായലിൽ നിന്ന് പിടിക്കുന്ന നല്ല ഫ്രഷ് മീനൊക്കെ വെച്ചിട്ട് ഗംഭീര ഊണ് അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയാക്കിങ്ങും അതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഫുഡിനെ എക്സ്പീരിയൻസ് ചെയ്യാനും ഒരവസരമുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.